ഈ ഓണത്തിന് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രുചികരമായ അരിപ്പായസം തയ്യാറാക്കി നോക്കിയാലോ. എത്ര കുടിച്ചാലും മതി വരില്ല, അത്രയ്ക്ക് സ്വാദാണ്. ഇവിടെ ഒരു അരക്കപ്പ് ബസ്മതി റൈസ് കഴുകി വാരാൻ വെച്ച ശേഷം നന്നായി വെള്ളം തോർന്നു കഴിയുമ്പോഴേക്കും ഒരു മിക്സി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ഒക്കെ വേണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രൈ നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇവിടെ റൈസ് നല്ല തരിയായിട്ട് ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിൽ ഞാൻ ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ലിറ്റർ വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് തിളച്ചൊക്കെ ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഒരു 1/4 വേവൊക്കെ ആയപ്പോഴേക്കും ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഒരു ചെറിയ പാക്കറ്റ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാക്കി കൊടുക്കാം. നന്നായി കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അവസാനം 1 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നെയ്യിൽ ഞാൻ കുറച്ച് റൈസിൻസും കൂടെ വറുത്ത് ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ അവസാനം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഈ പെട്ടെന്നുണ്ടാക്കാവുന്ന അരിപ്പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും എത്ര കുടിച്ചാലും മതിയാകില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.